നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ട്. പശ്ചിമേഷ്യയിൽ കടുത്ത യുദ്ധം. ഇറാന്റെ റഡാർ സംവിധാനം തകർത്തെന്ന് ഇസ്രയേൽ. ഹോർമുസ് കടലിടുക്കടച്ച് ഇറാൻ. കപ്പലുകളെത്തിയാൽ കത്തിക്കുമെന്ന് ഭീഷണി. ആക്രമണത്തിൽ ഇറാനിൽ 700-ലധികം പേർ മരിച്ചു. കടുത്ത ആക്രമണം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ട്രംപ്. സമാധാന ചർച്ചകൾ ഉടൻ നടക്കണമെന്ന് ചൈന. രാജ്യത്തിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ച് UAE. നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ആശങ്ക ഉയർത്തി എണ്ണവില ഉയരുന്നു. ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉൽപാദനം നിർത്തി ഖത്തർ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അറബ് രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. വിദേശങ്ങളിലുള്ള ഇന്ത്യക്കാരെ ഉടൻ നാട്ടിലെത്തിക്കില്ല. ഖമേനിയെ വധിക്കാൻ യുദ്ധതന്ത്രമൊരുക്കിയത് മൊസാദ് തന്നെ. ഖമേനിയെ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചത് മാസങ്ങളോളം. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകളടക്കം ഹാക്ക് ചെയ്ത് നീക്കം. വിമാന സർവീസുകൾ ഇന്നും നിശ്ചലം. ഡൽഹിയിൽ നിന്നും 40-ലധികം സർവീസുകൾ റദ്ദാക്കി. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും പ്രതിസന്ധി തുടരുന്നു. ദുബായിൽ കുടുങ്ങിയ ബാഡ്മിന്റൺ താരം PV സിന്ധു നാട്ടിലെത്തി. KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമള. തൃത്താല, നെന്മാറ, മലമ്പുഴ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് വിടവാങ്ങിയത് കേരളത്തിന്റെ ദേശീയ മുഖം. സംസ്കാരം നാളെ രാവിലെ 9-ന്. മനം നിറച്ച ആറ്റുകാൽ പൊങ്കാല. 10,000-ങ്ങൾക്ക് ഭക്തി നിർവൃതി. വിശദമായി കടക്കുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു ഇറാൻ. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിച്ചു കളയുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ആരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ റഡാർ സംവിധാനം തകർത്തെന്ന് അവകാശപ്പെട്ട് ഇതിനിടയിൽ ഇസ്രയേൽ രംഗത്തു വന്നു. മിസൈൽ വർഷത്തിലാണ് പ്രതിരോധ സംവിധാനം തകർന്നത്. അതേസമയം സമാധാന ചർച്ചകൾ ഉടൻ നടപ്പാക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. PV വിനോദ് ചേരുന്നു. വിനോദ്, 4-ാം ദിവസമാണ് പശ്ചിമേഷ്യൻ സംഘർഷം. ആദ്യം യുദ്ധത്തിൽ നേരിട്ടിടപെടുന്ന രാജ്യങ്ങളെ മാത്രം ബാധിക്കുമെന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളെയും ഇതിൻ്റെ കെടുതികൾ ഒരേ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സമാധാന ശ്രമങ്ങൾ, ചൈനയുടെ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇത് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ പുതിയ പ്രതിരോധ മന്ത്രി മാജിദ് ഇബ്നു അൽ റാസ കൊല്ലപ്പെട്ടു എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ചുമതലയേറ്റത്. നേരത്തെ ഇറാനിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ ഇറാന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഖമേനി ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ചുമതല ഏറ്റെടുത്ത ആളാണ് റാസയും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നടപടി അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരം തന്നെയാണ്. ഇതിനിടെയാണ് അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി പാരീസിൽ യോഗം ചേരുന്നു എന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. നതാൻസ് ആണവ കേന്ദ്രം, അത് ഇറാനിൻ്റെ പരീക്ഷണ കേന്ദ്രമാണ്. അവിടെ
ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം അവിടെ നടന്നിരുന്നു. അതിന് ഇറാൻ നൽകിയിരുന്ന വിശദീകരണം അവരുടെ ആണവ ഊർജ്ജം അങ്ങനെ എടുക്കുന്നത് അവിടുത്തെ വ്യവസായ ആവശ്യങ്ങൾക്കും അവരുടെ ഈ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്, വാണിജ്യാടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു വിശദീകരണമൊക്കെയാണ് വന്നത്. പക്ഷേ അത് US ഇസ്രയേലോ മുഖവിലേക്കെടുത്തില്ല. മാത്രമല്ല ഇറാൻ ആണവശക്തിയായി മാറുന്നുവെന്ന കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന വാദം കൂടി അവർ ഉയർത്തിയിരുന്നു. തുടർന്നാണ് ഈ ചർച്ചയിലേക്ക് പോയത്. പക്ഷേ ഈ മധ്യസ്ഥനെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചയിൽ പോലും തീരുമാനമാകാത്തതോടെ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ആ ആണവ കേന്ദ്രം ആക്രമിച്ചു എന്നതിൻ്റെ തെളിവുകൾ, അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനുകൂടി ഒരു സ്ഥിരീകരണമാകുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് സൈത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി ലോകത്തിൻ്റെ ആകെ എണ്ണ വ്യാപാരത്തിൻ്റെ 5% നടക്കുന്നത് ഈ പാത വഴിയാണ്. ആ പാതയിലൂടെയുള്ള കപ്പലുകൾ കടന്നു വരാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അവിടെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ചൈന യുദ്ധത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധം സമാധാനപരമായി അത് അവസാനിപ്പിക്കണം എന്ന ഒരു അഭിപ്രായം ചൈനയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഇന്ത്യയും ഇതേ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനപരമായി കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഇന്ത്യക്കാരുടെ ജീവന് വലിയ വില രാജ്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇസ്രായേലിനോടും ഇറാനോടും അമേരിക്കയോടും ഒക്കെ തന്നെ വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു നിലയുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതേ കാര്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലയിലേക്കാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതിന് US-ൻ്റെ വലിയ പിന്തുണയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ അക്കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കില്ല എന്നാണ്. അതിനർത്ഥം വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ നിലംപരിശാക്കും എന്ന ഒരു വെല്ലുവിളിയുടെ സ്വരം കൂടി നെതന്യാഹുവിൻ്റെ വാക്കുകൾ നിഴലിക്കുന്നുണ്ട്, അങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം ശക്തമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് നെതന്യാഹു പറയുന്നത്. ഇതിനിടയിൽ ലെബനനിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായതോടുകൂടിയാണ് ലെബനനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. അതിനിടയിൽ ലെബനനിൽ നിന്ന് ഒരു ചരക്ക് വിമാനം പുറപ്പെട്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. വലിയ ആക്രമണം നടക്കുന്ന സമയത്താണ് ഇങ്ങനെ അസ്വാഭാവികമായി ലെബനനിൽ നിന്ന് ഒരു കൂറ്റൻ വിമാനം യാത്ര ചെയ്തു പോയത്. കരയുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എവിടേക്കാണ് ഈ വിമാനം പോയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അതേസമയം മറ്റ് അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറുന്നുമില്ല. അത് ഖത്തറാകട്ടെ, കുവൈറ്റാകട്ടെ, ഒമാനാകട്ടെ, സൗദി ആകട്ടെ, ദുബായ് ആകട്ടെ, അങ്ങനെ UAE-യിലെ ദുബായും അബുദാബി ഉൾപ്പെടെയുള്ള UAE രാജ്യങ്ങളെ അടക്കം ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ സംയമനം പാലിക്കണം എന്നൊരാവശ്യം കഴിഞ്ഞ ദിവസം തന്നെ GCC രാജ്യങ്ങൾ യോഗം ചേരുകയും ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഇറാൻ തയ്യാറായിട്ടില്ല. ഇതിനിടെയാണ് ഇസ്രായേൽ അവരുടെ റഡാർ സംവിധാനം, ഇറാൻ്റെ റഡാർ സംവിധാനം തകർത്തു എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ ആദ്യമായി ഇറാൻ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ ശാന്തമാക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സൈത്ത് വിനോദ്, ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി. ഇസ്രായേൽ ഇതിനിടയിൽ ലബനന് നേരെ നടക്കുന്ന അറ്റാക്ക് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തുന്ന സൈനിക നീക്കം സുപ്രധാനമാണല്ലോ. കാരണം ലബനൻ ഹിസ്ബുള്ള കൂടി ഇതിൽ കക്ഷി ചേരുമ്പോൾ, ഇറാൻ്റെ പക്ഷം ചേരുമ്പോൾ അവർക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ ഒരു നീക്കം, ലബനൻ സേന കമാൻഡറെ കൊല്ലാനുള്ള ഒരു നീക്കം നടന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചില ദൃശ്യങ്ങൾ അടക്കം അതിൻ്റെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഇതിൽ ആദ്യം കക്ഷിയല്ലാതിരുന്ന ഹിസ്ബുള്ളയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്താൻ പോകുന്ന നീക്കങ്ങൾ എന്താണ്? ആ മേഖലയിലെ സാഹചര്യം. സൈദ് നയീം ഖാസിമാണ് ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ്. നയീം ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു എന്നൊരു ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. അതൊരു ആരോപണമല്ല. ലബനിൽ നിന്ന് തുടർച്ചയായി മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്. ചിലത് അയൺ ഡോമുകൾ വെച്ച് ചെറുക്കുന്നുണ്ടെങ്കിലും മറ്റു ചിലതൊക്കെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും വീഴുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ ഇസ്രായേൽ അത് നിഷേധിച്ചു. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിലേക്ക് ലബനനിൽ നിന്നുള്ള ആക്രമണം നടക്കുന്നുണ്ട്. നേരത്തെ ഹിസ്ബുള്ളയുടെ പാർലമെൻ്ററി വിഭാഗം തലവൻ മുഹമ്മദ് റാദ് കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ നയീം ഖാസിമിനെ വധിക്കുമെന്നിപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിൻ്റെ പോർമുഖം ഇറാന് പുറമെ
ലെബനനിലേക്ക് കൂടി തുറന്നിരിക്കുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങൾക്ക് നേരെയുള്ള യുദ്ധമായി ഇത് മാറുന്നുണ്ട്. റഷ്യ കഴിഞ്ഞ ദിവസം ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ അവരുടെ ഒരു വിശദീകരണം, അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇറാനിൽ നടക്കുന്നത് ഈ ആണവ ആയുധം ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങളല്ല, മറിച്ച് നേരത്തെ ഇറാൻ്റെ വാദത്തെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ആണവോർജ്ജം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പര്യവേഷണങ്ങളാണ് നടക്കുന്നത്. പക്ഷേ നഥാൻ ആണവ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ ആക്രമണം നടന്നു എന്ന കാര്യം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നു. അടിയന്തരമായി അവർ പാരീസിൽ യോഗം ചേരാൻ പോവുകയാണ്. അങ്ങനെ നിയന്ത്രണാതീതമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയായി അവസാനിക്കുന്നില്ല, മറിച്ച് വലിയ തോതിൽ ഊർജ്ജാവശ്യങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം $73 ക്രൂഡ് വില ഇപ്പോൾ $79 മാറിയിരിക്കുന്നു ബാരലിന്. ഇത് $200 വരെ ഉയരാനുള്ള സാധ്യത വിവിധ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യ വീണ്ടും ആലോചിക്കുന്നുണ്ട്. നേരത്തെ അമേരിക്കയുടെ തീരുവ ഭീഷണി ഉണ്ടായിരുന്നു, 50% വരെ തീരുവ ഉയർത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നീട് ഇന്ത്യൻ കയറ്റുമതി അത് ബാധിച്ചതോടുകൂടി ചില വിട്ടുവീഴ്ചകൾക്ക് ഇന്ത്യ തയ്യാറാവുകയും വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ എത്താത്ത സാഹചര്യത്തിൽ ഇന്ധനം വാങ്ങുന്നതിന് റഷ്യയെ വീണ്ടും ഇന്ത്യ സമീപിച്ചേക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അമേരിക്ക അതിനുള്ള തടസ്സം സൃഷ്ടിക്കുമോ എന്നത് വ്യക്തമല്ല. മാത്രമല്ല അമേരിക്കയുടെ സുപ്രീം കോർട്ടിൽ നിന്ന് നേരത്തെ ഈ തീരുവ യുദ്ധത്തിനെതിരെ ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഇന്ത്യ മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഊർജ്ജം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ കൈവശം 75 ദിവസത്തേക്കുള്ള എണ്ണ ശേഷിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതൊരു അനൗദ്യോഗിക വിവരമാണ്. ഏതായിരുന്നാലും യുദ്ധം അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് പോവുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇറാനിൽ മാത്രം 1800-നടുത്ത് മരണങ്ങൾ എന്ന നിലയ്ക്ക് പോകുന്നു. മറ്റ് രാജ്യങ്ങളിലെ മരണങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അനൗദ്യോഗിക കണക്ക് ഒരു 2000-ന് മുകളിൽ മരണങ്ങൾ സംഭവിച്ചു എന്നതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ 169 കുഞ്ഞുങ്ങൾ ഇറാനിൽ സ്കൂളിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കുകയും ചെയ്തു. സൈത്ത് വിനോദ്, ഒരു കാര്യം കൂടി, ഇന്ത്യ ഈ മണിക്കൂറുകളിൽ നടത്തുന്ന നീക്കം സുപ്രധാനമാണല്ലോ. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അറബ് രാജ്യങ്ങളിലെ 8ഓളം അറബ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായും ഭരണത്തലവന്മാരുമായിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയത്. ഒരേ സമയം ആ രാജ്യങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുകയും അത് അപലപിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നു. അവിടുത്തെക്കാരെ ഇന്ത്യക്കാരുടെ നിലവിലുള്ള സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇന്ത്യ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നയതന്ത്രം? ദിവസങ്ങൾക്ക് മുൻപാണ് നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ച് അവിടുത്തെ പാർലമെൻറ്റിൽ സംസാരിച്ചത്. അദ്ദേഹം അന്ന് ഇസ്രായേൽ പാർലമെൻറ്റിൽ പറഞ്ഞത് തീവ്രവാദത്തിനെതിരെയുള്ളൊരു നിലപാടാണ്. അവിടെ ഇസ്രായേലുമായി കൈകോർക്കുന്നതിന് ഇന്ത്യ പൂർണ്ണ മനസ്സോടുകൂടി നിൽക്കുന്നു എന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ യുദ്ധം വേണ്ട എന്ന നില തന്നെയാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ത്യ നമുക്കറിയാം കാലങ്ങളായി നിൽക്കുന്ന ചേരിചേരാ നയം എന്നൊരു സമീപനം, ആ സമീപനം തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ ഇങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ്, ഇന്ത്യ പറയുന്നത് ഈ യുദ്ധം വേണ്ട എന്ന് തന്നെയാണ്. രാജ്യങ്ങൾ സംയമനം പാലിക്കണം എന്നതാണ്. മാത്രമല്ല 8ഓളം രാഷ്ട്രത്തലവന്മാരുമായി, ഗൾഫിലെ GCC രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഈ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ജീവനും സ്വത്തും സംബന്ധിച്ച ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് എന്ന കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഓരോ രാജ്യവും അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലായുള്ള ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. അമേരിക്കൻ എംബസികൾ പലയിടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു. സൗദിയിൽ ആക്രമിക്കപ്പെട്ടു. അതിനു മുൻപ് പാകിസ്ഥാനിൽ ജനക്കൂട്ടം അടിച്ചു തകർക്കുന്ന ഒരു നിലയുണ്ടായി. അങ്ങനെ അവരുടെ വിദേശ നയതന്ത്ര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്കാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം. ഇറാൻ ആകട്ടെ അതിശക്തമായ രീതിയിൽ, കാരണം അമേരിക്കയ്ക്ക് ഇങ്ങനെ വാർ സ്പേസുകൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ യുദ്ധകേന്ദ്രങ്ങൾ തുറക്കാൻ അനുവദിച്ചിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുന്ന നിലയിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട്. അങ്ങനെ ഗൾഫിലെ മിക്കവാറും രാജ്യങ്ങളെയും ഇറാൻ ആക്രമിക്കുന്നു. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഖത്തറും അല്ലെങ്കിൽ കുവൈറ്റും ഒക്കെ തന്നെ, സൗദിയും UAEയും ഒക്കെ, ജോർദാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇങ്ങനെ ആക്രമിക്കുന്ന
നിലയിലേക്ക് ഇറാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഒരു സമാധാനത്തിൻ്റെ വഴി തുറക്കേണ്ടത്. അതിനെ ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. റഷ്യയുടെ നിലപാട്, ചൈനയുടെ നിലപാട്, ഇന്ത്യയുടെ നിലപാട്, ആ തരത്തിൽ പല രാജ്യങ്ങളും, ഇനി യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ തന്നെ നിലപാടുകൾ കൂടുതൽ ശക്തമായി വരേണ്ടതുണ്ട്. പക്ഷേ അവിടെ UK ഇതിനകം തന്നെ സൈപ്രസിൽ ആക്രമണം ഉണ്ടായതോടുകൂടി UK ഈ യുദ്ധത്തിൻ്റെ ഭാഗമാവുകയും അമേരിക്കയോടും അതോടൊപ്പം തന്നെ ഇസ്രായേലിനോടും ചേർന്ന് നിന്ന് ഇറാനെ ആക്രമിക്കുന്ന നിലയിലേക്ക് UK കൂടി വന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകൾ നിർണായകമാണ്. ഏതായിരുന്നാലും ഭീകരവാദം തച്ചുടയ്ക്കുക എന്നൊരു ആവശ്യമാണ്. പക്ഷേ ഹമാസിനെ ഏറ്റവും അടിസ്ഥാനപരമായി ഈ വിഷയം പരിശോധിച്ച് വരുമ്പോൾ പലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. ഗസ എത്ര കാലമായി അശാന്തമായി നിൽക്കുന്നു, അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോഴത്തെ യുദ്ധത്തെയും കാണേണ്ടത്. ഏതായിരുന്നാലും ഹമാസിന് ഇറാൻ വഴിവിട്ട് സഹായം നൽകുന്നു, അല്ലെങ്കിൽ ആയുധവും പണവും നൽകുന്നു. ഇതിൻ്റെ ഒരു പ്രതികരണം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, കുഞ്ഞുങ്ങൾ മരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെയൊക്കെ ഇടപെടൽ, UN-ൻ്റെ ഇടപെടൽ. UN ഒക്കെ കുറേ കാലമായി വളരെ കാര്യമായി ഏതെങ്കിലും കാര്യത്തിൽ പ്രതികരിച്ച് കാണുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ നിലപാടുകൾ, ലോക രാഷ്ട്രങ്ങളിൽ ശക്തമായ രാജ്യങ്ങളുടെ നിലപാടുകൾ, ഇതെല്ലാം തന്നെ വളരെ പ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സാഹചര്യം കടന്നു പോകുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വിനോദ് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യ വിഷയത്തിൽ സ്വീകരിക്കുന്നത് സുപ്രധാനമായ ചില നീക്കങ്ങളാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 രാഷ്ട്രത്തലവന്മാരുമായി, GCC രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി സംസാരിച്ചു. UAE, ഇസ്രയേൽ, സൗദി അറേബ്യ, ജോർദാൻ, ബഹ്റിൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായി സംസാരിക്കുകയും ആ രാജ്യങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള നിലപാടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് കൂടി ഏറെ ആശങ്കപ്പെടുന്നതാണ് എന്ന സാഹചര്യം കൂടിയാണ് വരുന്നത്. അതായത് ബഹ്റിലെ ജനങ്ങൾക്കാണ് മുന്നറിയിപ്പ്. അതായത് ബഹ്റിനെയും ഒപ്പം സൗദി അറേബ്യയും കണക്ട് ചെയ്യുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാനിയൻ മിലിറ്ററിയുടെ സന്ദേശം ആ മേഖലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതാണ്. കാരണം അത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന സൂചനയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഇങ്ങനെ പലതരത്തിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഗൾഫ് മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റേത്, അമേരിക്കൻ പ്രസിഡൻ്റേതായി പുറത്തു വരുന്നുണ്ട്. തങ്ങളുടെ സേനാ വിഭാഗങ്ങൾ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ചില സമാധാന ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ദേ വാണ്ട് ടു ടോക്ക്, ഐ സെഡ് ടു ലേറ്റ്. ഇതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ. എന്തായാലും ഒരു ഒത്തുതീർപ്പിന് ഇനിയില്ല. ഇനി എന്തായാലും തങ്ങളുടെ സൈനിക നീക്കവുമായി മുന്നോട്ട്. അതേസമയം വിട്ടുവീഴ്ചകൾക്ക്, ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകുന്നു എന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം. അത് എത്ര കണ്ട് ശരി എന്നത് മറുഭാഗത്തെ പ്രതികരണം കൊണ്ട് കൂടി വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അസാധാരണ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാന്റെ റഡാർ സംവിധാനം തകർത്തുന്ന അവകാശവുമായി ഇസ്രായേൽ ഇന്ന് രംഗത്ത് വന്നു. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. അതേസമയം ഇറാൻ കൊല്ലപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്കാരവും നടന്നു ഇറാനിൽ. ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. വലിയ തരത്തിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ വലിയ നീക്കങ്ങളാണ് ഇസ്രയേൽ ആ മേഖലകളിൽ നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൈനിക നീക്കങ്ങളിൽ ഇറാനിലുണ്ടായത് വൻ നാശനഷ്ടങ്ങളാണ്. ഇറാന്റെ ആണവ കേന്ദ്രമായ നതാൻസിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള നിരവധി ചരിത്ര സ്മാരകങ്ങളും വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. ടെഹ്റാനിലെ തെരുവുകളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു. നതാൻസ് ഇറാനിലെ തന്ത്രപ്രധാനമായ ഒരു പ്രവിശ്യയാണിത്. ആ പേര് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും പലപ്പോഴും ആശങ്കയുണ്ടാക്കിയിട്ടുള്ള പേര് കൂടിയാണ്. പലപ്പോഴും നതാൻസിൻ്റെ പേരുണ്ടായ തർക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത്. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നതാൻസിൽ ഇറാൻ നടപ്പിലാക്കി വരുന്ന ആണവ പരിപാടികളാണ്. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ നതാൻസിലാണ്.
സ്വാഭാവികമായും നതാൻസിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രയേലിൻ്റെയും ഒപ്പം തന്നെ അമേരിക്കയുടെയും വളരെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങൾ പലതും നടന്നത്. ആദ്യ ദിവസങ്ങൾ തന്നെ തങ്ങളുടെ ഈ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു എന്ന കാര്യം ഇറാനും സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലും പുറത്തു വരുന്ന ചില ദൃശ്യങ്ങൾ, ചില ചിത്രങ്ങൾ ആ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ എത്ര കണ്ട് വലുതാണെന്ന് തെളിയിക്കുന്നതാണ്. ഈ ദൃശ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ തെളിവ് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. ഈ വർഷം ജനുവരി 2025, അതായത് കഴിഞ്ഞ വർഷം 2025 ഈ ആണവ കേന്ദ്രത്തിൻ്റെ അന്നത്തെ ദൃശ്യമാണ് ഈ കാണുന്നത്. അതേസമയം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് ശേഷമുള്ള ദൃശ്യമാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് ഏറെക്കുറെ പൂർണ്ണമായും തന്നെ ഈ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം നശിക്കപ്പെട്ടു, ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു, മിസൈൽ ആക്രമണത്തിലും ബോംബാക്രമണത്തിലും തകർക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിൻ്റെ തെളിവുകൾ കൂടിയായി ഇത് മാറുന്നു എന്നതാണ് അവസ്ഥ. സ്വാഭാവികമാണ്, അവർ അംഗീകരിച്ചതാണ് ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് വലിയ നാശനഷ്ടമുണ്ടായി എന്ന കാര്യം. ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും അവിടെ നാശനഷ്ടമുണ്ടായി എന്ന കാര്യം അവരും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ടായത് ആണവ വികിരണ ചോർച്ച അവിടെ ഉണ്ടാകുമോ എന്ന കാര്യമാണ്. പക്ഷേ അത്തരം ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള തെളിവുകളിൽ നിന്നും മനസ്സിലാവുന്നത്. വളരെ പ്രധാനപ്പെട്ട ശക്തി കൂടിയ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അമേരിക്കയും ഇസ്രയേലും സംയുക്തമായ ഒരു സൈനിക നീക്കം ഈ ആണവ വികിരണ കേന്ദ്രത്തിലേക്ക് നടത്തിയത്. എന്തായാലും അതുകൊണ്ടൊന്നും അവിടെ പൂർണ്ണമായും കെട്ടിടം തകർക്കപ്പെടുന്നു, പക്ഷേ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴും വ്യക്തമാവുന്ന കാര്യം. ഏറ്റവും ആശങ്കപ്പെട്ടിരുന്ന കാര്യം അതുകൂടി തന്നെയാണ്. ഒപ്പം തന്നെ ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച പുതിയ തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉണ്ടായിരുന്ന പല ചരിത്ര സ്മാരകങ്ങളും വ്യാപകമായി നശിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ് അവിടുത്തെ വലിയ നാശനഷ്ടങ്ങൾ. ഇറാനിൻ്റെ ചരിത്ര സ്മാരകങ്ങളായി പതിറ്റാണ്ടുകളായി കരുതപ്പെട്ടിരുന്ന ആ പ്രദേശങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തീരുന്നില്ല, ഇറാൻ തെരുവുകളിലും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇറാൻ അക്രമമുണ്ടായി, വലിയ നാശനഷ്ടങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ സ്ഥിരീകരിക്കപ്പെടുമ്പോഴും ആ നാശനഷ്ടത്തിൻ്റെ ഒരു തോത് വ്യക്തമാക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ പ്രകാരമാണ് ഇത്ര വലിയ തെരുവുകളടക്കം, ടെഹ്റാനിലെ തലസ്ഥാന നഗരത്തിലെ തെരുവുകളടക്കം വലിയ രീതിയിൽ കെട്ടിടങ്ങളും മറ്റും തകർന്ന അവസ്ഥയിലുള്ള പല ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതാണ് ഇറാനിലുണ്ടായ നാശനഷ്ടത്തിൻ്റെ വലിയൊരു അളവ്. ഒപ്പം തന്നെ ഈ സംയുക്ത ആക്രമണത്തിൽ ഇറാനിലുണ്ടായ മനുഷ്യനഷ്ടം വലിയ പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത്. 700-ലധികം പേരുടെ മരണം, ജീവനെടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. 176-ലധികം വരുന്ന കുട്ടികളാണ് മരണപ്പെട്ടത് എന്ന ഗുരുതരമായ സാഹചര്യമുണ്ട്. സ്കൂളുകൾക്ക് നേരെയാണ് അവിടെ ആക്രമണം ഉണ്ടായത്. അതിൻ്റെ അടക്കം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 900-ലധികം പേർക്ക് പരിക്കേറ്റു എന്നതാണ് അനൗദ്യോഗികമായിരുന്ന കണക്കുകൾ. ഇനിയും ഒരുപക്ഷെ ആ കണക്കിൽ മാറ്റമുണ്ടായേക്കാമെന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾ അതിക്രൂരമാണ്. വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളാണ് ഇറാന് നേരിടേണ്ടി വന്നത്. ഇതിനിടയിൽ ഇറാൻ തിരിച്ചടി ശക്തമാക്കുകയാണ്. തങ്ങളുടെ സൈനിക നടപടികളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. സൗദി, ഖത്തർ, കുവൈറ്റ്, UAE തുടങ്ങിയ മിക്ക അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ തിരിച്ചടിക്കുന്നു. ആഴ്ചകൾക്കുള്ളിൽ യുദ്ധം തീർക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇറാനെ പിന്തുണച്ചതിന് പിന്നാലെ ലെബനോണിന് നേരെയും ഇസ്രയേൽ പോരാട്ടം കടുപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇറാന്റെ റഡാർ തകർക്കുന്ന ദൃശ്യം ഇസ്രയേൽ പുറത്തുവിട്ടു. ഇറാനിലെ കൊല്ലപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടന്നു. ഇറാന് നേരെ കടുത്ത ആക്രമണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. യൂറോപ്പിനെയും അമേരിക്കയെയും ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടാകും. ഇറാന് തീവ്രവാദ ശക്തികൾക്ക് ആയുധവും ധനസഹായവും നൽകുന്നു. അവരെ ഇനി അതിന് നയിക്കാൻ കഴിയില്ലെന്നും അമേരിക്ക ഉറപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞു.
ഇത് അവസാനിക്കാത്ത യുദ്ധമല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ. നിലവിലെ സർക്കാരിനെ താഴെയിറക്കാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശ്രമമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. I hear the people are saying we're going to have an endless war here. You're not going to have an endless war. Now, of course, it's up to the people of Iran in the final count to change the government. But we are creating, America and Israel together are creating the conditions for them to do so. And I think peace between Israel and Saudi Arabia would be really possible and probably very close once this thing happens. So this is a gateway for peace, for a broader peace. And I believe that we can achieve it. I said it could be quick and decisive. It may take some time, but it's not going to take years. It's not an endless war. In fact, it's an effort right now to achieve the peace that we all yearn and pray for. And I think together we'll achieve it. അല്പസമയം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വിവരം ശ്രദ്ധേയമാണ്. അതായത് ഈ സംഘർഷ സാഹചര്യങ്ങളിൽ ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധമായി മുന്നോട്ട് വരുന്നു എന്നതാണ് ട്രംപിൻ്റെ വാദം. പക്ഷേ ഞങ്ങളതിന് തയ്യാറല്ല, അത് സമയം വൈകിപ്പോയി. തങ്ങളുടെ സേനകൾ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തമായ സൈനിക നീക്കം നടത്തുന്നു എന്നാണ് അല്പസമയം മുമ്പ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനെ ഇല്ലാതാക്കി, ഇറാൻ്റെ കര, നാവിക, വ്യോമ സൈനിക സംവിധാനം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇല്ലാതാക്കിയെന്നാണ് ട്രംപ് കുറിച്ചത്. യുദ്ധം കനക്കുന്നുവെന്ന സൂചനയാണ് ഇതോടെ ട്രംപ് വ്യക്തമാക്കുന്നത്. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ്റെ അറിയിപ്പിനോടാണ് ഇത് സംബന്ധിച്ച ട്രംപിൻ്റെ പ്രതികരണം. മറ്റൊരു നീക്കം ഇന്നുണ്ടായത് ചൈനയിൽ നിന്നാണ്. ഇറാന് പിന്തുണയുമായിട്ടാണ് ചൈന രംഗത്ത് വരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രിയാണ് പിന്തുണ അറിയിച്ചത്. ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടികൾക്കൊപ്പമാണ് തങ്ങളെന്ന് ചൈന അറിയിച്ചു. സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയോടും ഇസ്രയേലിനോടും ചൈന ആവശ്യപ്പെടുകയും ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധം ലോകത്ത് അസാധാരണ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്ധനവിലയിൽ 5% വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗ്യാസ് വിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 50% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും ആശങ്കയുണ്ടെങ്കിലും 25 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിലച്ചതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് കാരണം. നാല് ദിവസമായി തുടരുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകത്തെ അസാധാരണ ചില സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്. പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ കൂടിയും ഇത്ര വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ലോകരാജ്യങ്ങളെ നേരിട്ട് ചെന്നെത്തിക്കുന്നു എന്നതാണ് അവസ്ഥ. യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്ന രാജ്യങ്ങൾക്ക് പുറമെ പരോക്ഷമായി എല്ലാ രാജ്യങ്ങളെയും ഇതിൻ്റെ കെടുതികൾ ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിലേറ്റവും പ്രധാനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടാകുന്ന വർധനവ്. നമ്മൾ പ്രതീക്ഷിച്ച ആശങ്ക വരികയാണ്. ലോകരാജ്യങ്ങളിൽ ഇതിനകം തന്നെ 5% എണ്ണയുടെ വില വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശത്തിലേക്ക് വരുമ്പോൾ എണ്ണവിലയിൽ പശ്ചിമേഷ്യൻ സാഹചര്യം വലിയ രീതിയിലുള്ള എണ്ണവില ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. എണ്ണവിലയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 5% വില വർധനവ് എന്നതാണ് സാഹചര്യം. വരും ദിവസങ്ങളിൽ ഇത് കൂടും. ഇന്നലെ യൂറോപ്പ് അടക്കമുള്ള ഇടങ്ങളിൽ ഗ്യാസിൻ്റെ വിലയിൽ 50% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, പ്രധാന എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളെ രണ്ട് തരത്തിൽ ഈ പ്രതിസന്ധി ബാധിച്ചു എന്നതാണ്. ഒന്ന്, റിഫൈനറികൾക്ക് നേരെ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായതോടുകൂടി റിഫൈനറുകൾ പൂർണ്ണമായി അടച്ചിടുകയോ ഭാഗികമായി അടച്ചിടുകയോ ചെയ്യേണ്ട സാഹചര്യം വരുന്നു. ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. രണ്ടാമത്തെ കാരണം ഹോർമുസ് കടലിടുക്കിലുണ്ടാവുന്ന സാഹചര്യമാണ്. അവിടുത്തെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിശ്ചലമായതോടുകൂടി അത് എണ്ണ വ്യാപാരത്തെ, ലോകക്രമത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊന്നുകൂടിയുള്ളത്, പ്രധാന എണ്ണ വിതരണക്കാർ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് എണ്ണ പൂഴ്ത്തിവയ്പ് അടക്കമുള്ള നീക്കങ്ങളിലേക്കും കടക്കുന്നു എന്ന ആശങ്ക കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കുന്ന വലിയ ആശങ്കയാണ്. പ്രധാന എണ്ണ ഉപഭോഗ രാജ്യങ്ങളായ യൂറോപ്പ്, അമേരിക്ക അടക്കമുള്ള ഇടങ്ങളിൽ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി നീണ്ടു നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളി ഒട്ടും ചെറുതായിരിക്കില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്നുകൂടി നോക്കേണ്ടി വരുന്നത് ഇത് ഇന്ത്യയെ എങ്ങനെ തന്നെ ബാധിക്കുമെന്ന കാര്യമാണ്. നോക്കാം, ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ആശങ്ക ഉണ്ടാവുക എന്ന കാര്യം നോക്കൂ. നിലവിൽ രാജ്യത്ത് 25 ദിവസത്തേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് തൽക്കാലത്തേക്ക് ഈ പ്രതിസന്ധി നമ്മളെ ബാധിക്കില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത്.
മറ്റു മാർഗങ്ങളിലൂടെയും ഇന്ത്യയിലേക്ക് എണ്ണ വരവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാധ്യത ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ടാകുന്നത്. മാത്രമല്ല 25 ദിവസത്തെ സ്റ്റോറേജ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ബാധിക്കില്ല എന്ന് കരുതുന്നു. പക്ഷേ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണയുടെ 40%-ലധികം ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലേക്ക് എണ്ണ വരുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ പ്രതിസന്ധി തുടർന്നാൽ വരും ദിവസങ്ങളിൽ ഇന്ത്യയെ അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ആശങ്ക വേണ്ടെന്ന് പറയുന്നു. കാരണം 60%-ഓളം എണ്ണ എത്തുന്നത് ഇപ്പോഴും രാജ്യത്തേക്ക് മറ്റു മാർഗങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 40%-ഓളം വരുന്ന ഹോർമുസ് കടലിടുക്ക് ഒരു പ്രതിസന്ധി ആയി മാറിയാൽ പോലും രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഒരു വിവരം പങ്കുവെക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് തൽക്കാലം മുന്നിൽ ഒരു പ്രതിസന്ധിയില്ല. പക്ഷേ ഇത് നീണ്ടു നിന്നാൽ ഉണ്ടാകുന്ന ആശങ്ക ഒട്ടും ചെറുതല്ല എന്നതാണ് അവസ്ഥ. എന്തായാലും ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെയൊക്കെ പൊതുവിൽ ഇത് ബാധിക്കുന്നുണ്ട്. 25 ദിവസത്തേന് എന്തായാലും നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. പക്ഷേ അതിനപ്പുറം കടന്നാൽ പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈനംദിനമുള്ള ജീവിതത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപക്ഷേ ഈ പ്രതിസന്ധി കടന്നുപോയേക്കാമെന്ന കാര്യം കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ജാഗ്രത പൊതുവിൽ എല്ലാ ലോകരാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിന് ഒരു സമാധാന ശ്രമങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ട സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഇനി ഹോർമുസ് കടലെടുക്കും അതുണ്ടാക്കുന്ന പ്രതിസന്ധി എന്ന കാര്യം കൂടി നമുക്ക് നോക്കുക. ഈ മേഖലയാണ് ഇതിൻ്റെ ഏറ്റവും സങ്കീർണത ഉണ്ടാക്കുന്ന മേഖല. അതിൽ ഈ ഹോർമുസ് കടലെടുക്ക് കടന്നു പോകുന്ന ഈ മേഖലയിലൂടെ, അതായത് ഇറാൻ പൂർണ്ണമായും നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്ന ഈ മേഖലയാണ് തന്ത്രപ്രധാനമായി വരുന്നത്. ഏകദേശം 30-നും 50 കിലോമീറ്ററിനും ഇടയിൽ വരുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഈ തന്ത്രപ്രധാനമായ സാഹചര്യം ഉണ്ടാകുന്നത്. ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാൻ ഇറാൻ ഇത്തരമൊരു തീരുമാനം എടുത്തതോടുകൂടി സംഭവിക്കുന്നത് പ്രധാന പെട്രോളിയം ഉൽപ്പാദക രാജ്യങ്ങളായ കുവൈറ്റുണ്ട്, ഒപ്പം തന്നെ സൗദിയുണ്ട്, ബഹ്റിനുണ്ട്, ഖത്തറുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള എണ്ണ ഉൽപ്പാദനം നടന്നാൽ പോലും അത് കടന്നു പോവില്ല എന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് അവസ്ഥ. സ്വാഭാവികമായും ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ആ വെല്ലുവിളി കടന്നു പോവുകയും ചെയ്യും. അതാണ് ഇപ്പോഴുണ്ടാക്കുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം. കഴിഞ്ഞ ദിവസം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടും, ഇറാൻ അത്തരം നിലപാടെടുക്കുമെന്ന സൂചന ഉണ്ടാവുമായിരുന്നെങ്കിൽ കൂടിയും അത്തരമൊരു പരസ്യ നീക്കത്തിലേക്ക് വന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. പൂർണ്ണമായും അതുവഴിയുള്ള ഗതാഗതം ഇല്ലാതാവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കും. രണ്ടാമത്തെ ഒരു കാരണം കൂടി നമുക്ക് പരിശോധിക്കാം. മറ്റൊന്നുമല്ലാതെ ഇറാനിൽ നിന്നും ഉണ്ടാകുന്ന മിസൈൽ ആക്രമണം അറബ് രാജ്യങ്ങൾക്ക് മേലുണ്ടാകുന്നുണ്ട്. അവിടെ സ്വാഭാവികമായും റിയാദിലേക്ക് പ്രതിസന്ധിയുണ്ട്, സൗദി അറേബ്യയിലേക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, കുവൈറ്റിലേക്ക് പ്രതിസന്ധിയുണ്ട്. ഈ രാജ്യങ്ങൾക്ക് നേരെല്ലാം മിസൈൽ ആക്രമണമുണ്ട്. തൊട്ട് സമയം മുമ്പ് നമുക്ക് കേൾക്കുന്ന വിവരമനുസരിച്ച് UAE-യിലേക്കും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഖത്തറിലേക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മിസൈൽ ആക്രമണം നടക്കുന്ന ഇടങ്ങളിലെല്ലാം റിഫൈനറികൾ ആശങ്കയിലാണ്. റിഫൈനറികൾക്ക് നേരെയും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ രാജ്യങ്ങളിലെ റിഫൈനറികൾ പലതും അടച്ചിടേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം കുറയുന്നു. അതിന് പുറമെ ഇനി ഉൽപ്പാദനം നടന്നാൽ പോലും ഗതാഗതം സാധ്യമല്ലാത്ത സാഹചര്യം വരുന്നതോടുകൂടി എണ്ണ കൈമാറ്റ വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രതിസന്ധി എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ സാഹചര്യം മറികടക്കണമെങ്കിൽ എന്തായാലും യുദ്ധ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവണം. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യത പെട്ടെന്ന് മുന്നിൽ കാണാൻ കഴിയുന്നുമില്ല. കാരണം ഇനിയും സൈനിക നീക്കമുണ്ടാകുമെന്ന് അമേരിക്കയും ഇസ്രയേലും ആവർത്തിക്കുന്നു. തിരിച്ചടി നൽകാൻ ഇറാനും തയ്യാറെടുക്കുന്നു എന്നതാണ് അവസ്ഥ. സ്വാഭാവികമായും ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കും. അങ്ങനെയെങ്കിൽ ലോകം കാണാൻ പോകുന്നതൊരു അസാധാരണ സാഹചര്യങ്ങളിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. എണ്ണയുടെ വിലയിൽ അസാധാരണമായ കുതിച്ചുകയറ്റമുണ്ടാകുന്നു. സ്വാഭാവികമായും ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാക്കുക. ആശ്വാസമുണ്ടാക്കുന്ന ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഗൾഫിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തലാക്കിയ വ്യോമ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്ന വാർത്തകളാണ്. 2 ദിവസ ഇടവേളയ്ക്ക് ശേഷം അബുദാബിയിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലെത്തി. കാണാം ഡാനി പോൾ. യുദ്ധത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് വ്യോമഗതാഗത മേഖലയിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, അതായത് വിവിധ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള സർവീസുകളെല്ലാം തന്നെ അത് സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഒരിടത്തേക്കും ഗൾഫ് മേഖലയിലേക്ക് സർവീസ് തുടങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് തന്നെയാണ്. അവിടുന്ന് തിരിച്ചും സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഏതാണ്ട് 70ഓളം സർവീസുകളാണ് ഇത്തരത്തിൽ റദ്ദ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് 50 സർവീസോളം ആയിരിക്കുന്നു. 25ഓളം വിമാനങ്ങൾ ഇവിടെ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ളത് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്ന് ഇവിടേക്ക് എത്തേണ്ട ഏതാണ്ട് 24ഓളം വിമാനങ്ങളും റദ്ദ് ചെയ്തതായിട്ട് സിയാൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലേക്ക് അനുഭവപ്പെട്ടിരുന്നത് അവിടെ കുടുങ്ങിപ്പോയ
യാത്രക്കാരെ തിരിച്ചെത്തിക്കുന്നതിനൊരു നടപടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി എത്തിഹാദിൻ്റെ വിമാനമാണ്, എത്തിഹാദ് എയർവേസിൻ്റെ വിമാനമാണ് ഇവിടേക്ക് എത്തിയത്. അത് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയിരുന്നു, കൊച്ചിയിലേക്കും സർവീസ് ഉണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ സന്ദർശക വിസയിലും മറ്റും അവിടെ എത്തി കുടുങ്ങിപ്പോയ യാത്രക്കാർ, അവർ യാത്ര നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. അവരുടെ യാത്രയ്ക്കാണ്, അങ്ങനെയുള്ള നീക്കങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനെ ഭാഗികമായ രീതിയിലുള്ള ഒരു പുനഃക്രമീകരണമാണ് ഉണ്ടായിരുന്നത്. അതും വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം അതിന് വേണ്ടി വരുന്നു. യാത്രക്കാരെ അറിയിച്ചതിന് ശേഷം അവർ മാത്രം എത്തുന്ന രീതിയിലേക്കെല്ലാമാണ് ഗൾഫ് മേഖല അത്തരം ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മസ്കറ്റ് കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ ആരംഭിക്കുന്നതായിട്ട് ചില കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം തന്നെ ഒരു പൂർത്തീകരണം വരേണ്ടതുണ്ട്, കൺഫർമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുക തന്നെയാണ്. മറ്റൊരയവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. യാത്രക്കാർ വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങൾ നേരിടുന്നു. ജോലിക്ക് പോകേണ്ടവർ, അതോടൊപ്പം തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടവർ, ഇതെല്ലാം തന്നെ വളരെ തീർത്തും ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ടവർ പലരും തന്നെ നമ്മൾ ഈ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആ ഒരു എയർ സ്ട്രിപ്പിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്കൊന്നും ഈ യാത്രയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ വിദേശ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ, വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ പല ഭാഗങ്ങളിലായി വിവിധ ഇടങ്ങളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്നു. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും, എപ്പോഴാണിത് മറികടന്ന് മുന്നോട്ട് പോകാനാകുക എന്നൊന്നും ആർക്കും ഒരു ഉത്തരം നൽകാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങുകയാണ്. യുദ്ധത്തിന്റെ ആശങ്കകൾ ഏറിയതോടെ സ്വന്തം നാട്ടിലേക്ക് എപ്പോൾ തിരികെ മടങ്ങാനാവും എന്നതിന്റെ അനിശ്ചിതത്വം തുടരുകയാണ് കേരളത്തിലെത്തിയ വിദേശ വിനോദസഞ്ചാരി. റഷ്യ, ജർമ്മനി, ഇറ്റലി, ഉക്രൈൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ വിനോദസഞ്ചാരികളാണ് കോവളത്ത് തുടരുന്നത്. യുദ്ധത്തിനൊപ്പമല്ല, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തങ്ങളുടെ മനസ്സെന്ന് ഇവർ വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ യുദ്ധം കനത്തതോടെ കേരളത്തിലും നിരവധി വിദേശികളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോവളം ബീച്ചിലാണ്. കോവളത്ത് റഷ്യയിൽ നിന്നും മോസ്കോയിൽ നിന്നുമൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ ഈ ടൂറിസം സീസൺ ആഘോഷിക്കുന്നതിന് വേണ്ടി കോവളത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ അവർക്ക് പലർക്കും തിരികെ മടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്നോടൊപ്പം മോസ്കോയിൽ നിന്നെത്തിയ ഒരു വിനോദസഞ്ചാരി ചേരുന്നു. വാട്ട്സ് യുവർ ഗുഡ് നെയിം? My name is Anna. Anna. Yes. When did you reach here? Yes, Russia from Russia, Moscow. Moscow. Yes, Okay. Moscow. Are you heard about the war situation there? My situation bad. I'm Moscow 3 March today, and now my самолет close in beach Indian. То есть остаюсь здесь. For how long you will be here? Yes. For how long days? Because of this war? Days go home сегодня, но now my самолет отменили. Etihad, no. Рейс, no. No flights? No flights from here? No flights in my home. My mama, my father inform. Be here. Yes. Be safe here. Yes. Здесь. Пока здесь. 4 days. Free 4 days и будет normal. Okay. You are a group? You belong to a group? No group. My sister, my daughter. Okay. Your family members only? My family in Moscow и my family здесь. Okay. Okay, thank you. Да, спасибо. Both of you from? Italy. From Italy. Yes, from Italy. For how long days you are at Kerala? Right now, 1 month. 1 month. 1 month. Have you heard about the war situation between Iran and Israel? How is a hard situation, and also for us it's not easy because we were planning to come back in Italy on 12 on March, but right now we don't know if we will come back. How will you go back? We You are don't confused about it. We cannot know nothing because the flight now is not available till 5th of March. Then
they decided if the area must You are getting any alert from the department? Foreign department? No, nothing, because people are received the advertiser if they come back till 5th of March. Then we cannot receive nothing. We are waiting for news about this. Because it's a Emirates flight, our. And so at the moment I've seen that till 5th of March it's not possible to go back. But our flight is 12th. And what will you do? We try to have another chance to come back. We hope. At the moment we are waiting, we are positive. So We can change company, probably. We can change our route, our travel, and not have a point in Dubai, because it's not possible. Probably we have to around this area with another company. My name is Arno, You are from? France. There's a war going on between Iran and Israel. Yeah, makes the world more insecure, and all this trouble with the airport, it affects all the world. And Is it affected your journey? my minds, but not really my journey. But my mind said, yeah, sure, it's like the world go more on a World 3, and You are with Israel or Iran? I cannot say that I am with one or other country. I hope one day they're going to be in peace, and You are supporting no more peace war. only. No Huh? more war. No more war. Not for Israel, not for Iran, but I hope peace going back. Yeah. You are from? Ukraine. Your name? Elena. For how long days you are at Kovalam? For 4 days. I heard about the war between Iran and Israel. Yes, of course. How it affected your journey back? Well, we're leaving in a few days, and we have a layover in Kuwait, and the airspace of Kuwait is closed. So our flight was cancelled, and we are waiting for the further information how to go back, because we have to start working next week, starting from Monday. So we need to be back. You're getting any alert from the foreign department? We got the alert from the Kuwait Airlines. What they have told you? They told us that the airspace is closed, and for the safety of the passengers, they canceled the flights. Are you getting any benefits at hotels or resorts here because of this situation? No, nothing. Nothing. Okay, you are not getting any such discount? No, not that Nothing. I know. Nothing. Then how long? Because the situation is becoming more critical and critical. We are waiting for the information, first of all, from the Kuwait Airlines, what they can propose us. If they propose us the refund or another flight or whatsoever. Otherwise, we will be contacting our insurance to find the flights which will not go through the affected zone. Is it your first time visit to Kovalam? In Kovalam, yes. In Kovalam, yes. In Kerala? In Kerala, no. It's the first time. In Kerala, it's my second time. Second time. Yes. How is the situation here? Here it's very nice. It's sunny. People are very nice. You are supporting Iran or Israel in this war? This is a difficult situation. Difficult question to answer. You're not supporting anyone? Not supporting anyone. It's more complicated than it seems to be. Maybe some flights will be cancelled, but it's not the most important. Why such a situation right now? Ukraine also faced several wars. Yes. There is bloodshed. Lot of people lost their house, belongings. Yeah. But still war is going on. Yeah. How you respond to this? I'm always on the side of victim, not of aggressor.
how is the situation of the foreigners in Kovalam? Because they are not able to go back to their native places because most of the airports are closed. Some tourists are blocked. Yes. Yeah. It's unfortunate, but people who are bombed, it's really not the same situation. You are all safe here. I think we are safe, yeah. Name? Bianca. Priyanka. Yes, You are from? from Germany. Is it your first time visit to Kerala? 2-3 times. Yes, yes, You heard about the war situation. War between. yes. I know. We need peace. Is it affected you anyway to go back? I don't know. I cannot. I think I cannot back. The flight is cancelled in a moment. Maybe. I don't know. When will you go back? Your plan? In 8 days. 8 days. 8-9 days. Okay. 10. From here? From From here. Kovalam? Yes. Okay. Then how will you go? Because I don't know. Maybe today it's the fly go or the fly go not. I don't know. most of the airports at UAE has closed. Yes, it's closed. Yes, it's a big problem for us. You're getting any alert from the airlines? No, nothing. ഒരു ഇടവേളയാണ്, മടങ്ങി വരും. മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചുകളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മൂർച്ഛിച്ചതോടെ കപ്പൽ നീക്കം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വിലയെ ഒറ്റയടിക്ക് 12% ഉയർത്തി. ബ്രന്റ് ക്രൂഡ് ബാരലിന് $82 മുകളിലെത്തിയത് 2025 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. 1970കളിലെ ഇസ്ലാമിക വിപ്ലവ കാലത്ത് ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് സമാനമായ ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. എണ്ണവില $100 കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ട പ്രഹരമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് എണ്ണവിലയിലുണ്ടാകുന്ന ഓരോ ഡോളറിന്റെ വർധനവും ശതകോടികളുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ബാരലിന് $10 വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ വാർഷിക അധിക ബാധ്യത 10,000 കോടി രൂപ കവിയും. ഇത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവിന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഇത്തവണ പേരാവൂരിൽ മത്സരിക്കും. ഇന്ന് ചേർന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനമുണ്ടായത്.
സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ ഇത്തവണ ശൈലജയെ പാർട്ടി പരിഗണിച്ചിരുന്നില്ല. 2 ടേം മാനദണ്ഡത്തിന്റെ പേരിൽ ഇത്തവണ മാറ്റി നിർത്തുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ ശൈലജയുടെ പേരും ഉയർന്നിരുന്നു. എന്നാൽ ജനപിന്തുണയുള്ള നേതാവിനെ ഒഴിവാക്കുന്നത് തിരിച്ചടിയാകുമെന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗം പ്രകടിപ്പിച്ചു. ഉറച്ച സീറ്റുകളിൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകേണ്ടെന്ന നേതൃത്വത്തിന്റെ തീരുമാനമാണ് നിർണായകമായത്. തളിപ്പറമ്പിൽ PK ശ്യാമള മത്സരിക്കും. ആന്തൂർ, തളിപ്പറമ്പ് നഗരസഭകളുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. പേരാവൂരിലെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിച്ച് സണ്ണി ജോസഫ്. ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്നിട്ടുണ്ടല്ലോ, ജയിക്കുമെന്നതല്ലാതെ അവർക്ക് എന്താണ് പറയാൻ കഴിയുന്നത്? UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും സണ്ണി ജോസഫ് പറയും. ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടത്തുന്ന സ്ഥലം പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ഇവിടെയുണ്ട്. UDF ഏത് LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6 പഞ്ചായത്ത് കിട്ടി. ഞങ്ങൾ തമ്മിൽ 11-ൽ ഒരു മത്സരം നടന്നു. ഇന്നത്തെ മത്സരം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. എന്തോ UDFന് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. തൃത്താല, നെന്മാറ, മലമ്പുഴ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 3 മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി നേരിട്ടിരുന്നു. BJP സ്വാധീനം വർദ്ധിക്കുന്ന മലമ്പുഴയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പാലക്കാട് രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തി ഉണ്ടാവുകയാണ്. ഷാഫി പറമ്പിലിന്റെ നോമിനികളെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ DCCയിലെ ഒരു വിഭാഗത്തിനാണ് വിയോജിപ്പ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയല്ല പിഷാരടി എന്നാണ് ഈ വിഭാഗം ആരോപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഉണ്ടാക്കിയ നാണക്കേട് ഉന്നയിച്ച് എതിർക്കാനാണ് ഇവരുടെ നീക്കം. VK ശ്രീകണ്ഠൻ, A തങ്കപ്പൻ വിഭാഗമാണ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വ നീക്കത്തിൽ എതിർപ്പറിയിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. 6 തവണ തുടർച്ചയായി വടകരയിൽ നിന്നുള്ള MP കൂടിയായിരുന്നു അദ്ദേഹം. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് നടക്കും. സംഘേഷ് വീക്ക്ലി, മാതൃഭൂമി, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ അദ്ദേഹം പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ഇന്ന് ഹർജി പരിഗണിച്ച കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ജാമ്യം ലഭിച്ചാൽ പത്മകുമാർ ജയിൽ മോചിതനാകും. മറ്റ് പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഈ മാസം 5-ന് പരിഗണിക്കും. മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുവേദിയിലെത്തി. ആരോഗ്യം ആനന്ദം പത്തനംതിട്ട ഫെസ്റ്റിലാണ് മന്ത്രി പങ്കെടുത്തത്. കഴുത്തിൽ നെക്ക് ബാൻഡ് ധരിച്ചാണ് മന്ത്രി എത്തിയത്. ആരോഗ്യവകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂരിലെ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ മന്ത്രി വിശ്രമത്തിലാണ്. ഇതിനിടയിലാണ് അവർ പൊതുപരിപാടി എത്തിയത്. ഭക്തി നിർഭരമായി ആറ്റുകാൽ പൊങ്കാല. ജനലക്ഷങ്ങളാണ് ഇക്കുറിയും നിവേദ്യമർപ്പിച്ച് മടങ്ങിയത്. അങ്ങനെ തിരുവനന്തപുരത്തുകാർ കാത്തിരുന്ന, കേരളമൊട്ടാകെ കാത്തിരുന്ന, കേരളത്തിലെ സ്ത്രീജനങ്ങളൊക്കെ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം പൂർണ്ണമായിരിക്കുകയാണ്. ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് എല്ലാവരും മടങ്ങിപ്പോവുകയാണിപ്പോൾ. ദിവസങ്ങളുടെ കാത്തിരിപ്പായിരുന്നു ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപൊക്കെ ഈ തിരുവനന്തപുരം നഗരത്തിൽ വന്ന് സ്ഥലം പിടിച്ച സ്ത്രീകളൊക്കെ ഉണ്ട്. പൊങ്കാലയടുപ്പ് ഒരുക്കാനായുള്ള സ്ഥലം ഉറപ്പിച്ച് കാത്തിരുന്ന സ്ത്രീകളൊക്കെ ഒട്ടേറെയുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ കടന്നു പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ഇനിയിപ്പോൾ ആളുകളൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ഇന്ന് രാവിലെ ഏകദേശം 9:45 കൂടി തന്നെ ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്ന ചടങ്ങാണ് നടന്നത്. പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം പൊങ്കാല സമർപ്പിക്കാനായി, പൊങ്കാല
നിവേദിക്കാനായി കാത്തിരുന്ന സ്ത്രീകളുടെ ഒക്കെ അടുപ്പിലേക്ക് തീ പകർന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഭക്തിനിർഭരമായ കാഴ്ച എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഏകദേശം 1:30 തന്നെ ഇവർ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി ശേഷം നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. നിവേദ്യം ഏകദേശം 2:30 തന്നെ പൂർത്തിയായി എന്ന് പറയാം. 2:30 കാത്തിരുന്ന ഇത്രയും കാലം 1 വർഷത്തോളം സ്ത്രീകൾ കാത്തിരുന്ന ആ ഒരു നിമിഷം നിവേദ്യത്തിനായുള്ള നിമിഷമായിരുന്നു 2:30 എന്ന് പറയുന്നത്. നിവേദ്യം പൂർത്തിയായതിനു ശേഷം എല്ലാവരും മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ കണ്ടു നമ്മൾ. അതിനുശേഷം നഗരസഭയുടെ കടന്നുവരവായിരുന്നു. നഗരസഭ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ആ പഴയ മുഖം തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. എല്ലാ വർഷവും നമ്മൾ കാണുന്നത് പോലെ തന്നെ നഗരസഭ അവരുടെ ജോലികൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒരുക്കിയ അടുപ്പുകളും അവർ കൊണ്ടുവന്നിട്ട മറ്റ് മാലിന്യങ്ങളും പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ നീക്കം ചെയ്യുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പൊങ്കാലക്കാലം, തിരുവനന്തപുരത്തിന്റെ ഒരു പൊങ്കാലക്കാലം അവസാനിക്കുകയാണ്. ഇനി അടുത്ത 1 വർഷത്തിനായുള്ള കാത്തിരിപ്പാണ് എല്ലാ സ്ത്രീകളും, കേരളമൊട്ടാകെയുള്ള, കേരളത്തിന് പുറത്തു നിന്നുള്ള വിദേശികളടക്കമുള്ള എല്ലാവരും അടുത്ത പൊങ്കാലക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ക്യാമറമാൻ അരുണിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. ഇനി നോക്കാം സ്വർണ്ണ വെള്ളി നിരക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.